എമ്പുരാൻ സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേന്ന് സുപ്രിയ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റിൽ പൃഥ്വിരാജ് എന്തുമാത്രം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് നേരിട്ട് കാണാൻ പറ്റി എന്നൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റ് പോലെ ഇട്ടിട്ട് അതിൻ്റെ താഴെ ഫുൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറേയധികം എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളും പൃഥ്വിക്കെതിരെ ഭയങ്കരമായിട്ട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയാണ് ഇതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അവസാനം ഒരു പോസ്റ്റ് ഇട്ട് അത് എഴുതുന്നതിൻ്റെ അവസാനം ഒരു എന്താ പറയുക ഒരു ടാഗ് പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആളറിഞ്ഞ് കളികട എന്നൊരു ടാഗ് പോലെ. കാരണം എന്ന് പറഞ്ഞാൽ അത് പൃഥ്വിരാജിനെതിരെ സംസാരിച്ചതും പൃഥ്വിരാജിനെതിരെ വന്നവർക്ക് വേണ്ടിയുള്ള റിപ്ലൈ പോലായിരുന്നു അത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു സിനിമ ഇറങ്ങി ഇത്രമാത്രം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ പൃഥ്വിരാജ് ഒന്നും തന്നെ റിപ്ലൈ ഒന്നും തന്നെ കൊടുത്തിട്ടില്ലായിരുന്നു. ഈ ഒരു സമയത്താണ് ഈ ഒരു സുപ്രിയ ഇട്ട ഈ ഒരു പോസ്റ്റ് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമാവുന്നത്. ഇപ്പം എന്താണ് പ്രശ്നം, ഇപ്പം പ്രതികരിക്കാൻ പറ്റുന്നില്ല, ആളറിഞ്ഞ് കളിക്കട എന്നൊക്കെ പറഞ്ഞ് ആൾക്കുണ്ടെങ്കിൽ ഇപ്പം പ്രതികരിക്കാനൊന്നും വയ്യ, പൃഥ്വിരാജിനൊന്നും വയ്യ എന്നൊക്കെ പറഞ്ഞ് കുറേയധികം പേര് അങ്ങനെ എന്ത് പറഞ്ഞു പൃഥ്വിരാജിനെയൊക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് വിമർശിക്കുന്നുണ്ടായിരുന്നു. കുറേയധികം എന്താ പറയുക ഡിബേറ്റായിട്ട് ആൾക്കാർ മീഡിയയിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചും പറയുന്നുണ്ടായിരുന്നു. സുപ്രിയ ഇതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ആളറിഞ്ഞ് കളിക്കാൻ, അത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ് എന്ന് തന്നെയാണ് അവരൊക്കെ പറയുന്നുണ്ടായിരുന്നത്. ഇതിപ്പം ഭയങ്കരമായിട്ടുള്ള ചർച്ചാ വിഷയമാണ് സോഷ്യൽ മീഡിയയിൽ വെച്ചേക്കുന്നത്. കുറേയധികം പേര് സുപ്രിയയെ ഭയങ്കരമായിട്ട് ട്രോളുമാണ് ഈ ഒരു കാര്യം കൊണ്ട്. എന്താണ് ഇപ്പം പൃഥ്വിരാജിന് ഈ ഇഷ്യൂ ഒക്കെ നടന്ന സമയത്തൊന്നും മിണ്ടണ്ടേ, ആളറിഞ്ഞ് കളിക്കാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല, എന്ത് പറ്റി, ആണത്തൊക്കെ പോയോ എന്നൊക്കെ പറഞ്ഞ് കുറേയധികം കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേയധികം രാഷ്ട്രീയ പ്രവർത്തകർ ആ ഒരു സമയത്ത് ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞ് സുപ്രിയ അടുത്ത് എന്താ ഇപ്പം പൃഥ്വിരാജിന് എന്ത് പ്രതികരിക്കേണ്ട, ഇപ്പം ആണത്തുമില്ല, അല്ലെങ്കിൽ ആളറിഞ്ഞ് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടില്ല, ഇപ്പം എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ച് അങ്ങനെയും പറയുന്നുണ്ട്. അപ്പോഴത്തേനും എനിക്കൊരു കാര്യം തോന്നിയത്, ഒരു പോസ്റ്റ് ഇട്ടത് അദ്ദേഹത്തിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളും പറഞ്ഞിട്ടാണ് സുപ്രിയ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിപ്പം ആ ഒരു ഇട്ട പോസ്റ്റ് തന്നെ അദ്ദേഹത്തിനും അതുപോലെ തന്നെ സുപ്രിയയ്ക്കും പാരയായി വന്നു എന്ന് തന്നെ പറയേണ്ടി വരും.